അർജുൻ അശോകനെ നായകനാക്കി മലയാളത്തിൽ നിന്ന് അടുത്തൊരു ഹൊറർ ചിത്രമായിട്ട് എത്തിയ സിനിമയായിരുന്നു സുമതി വളവ്. ഇപ്പോൾ തിയേറ്ററിൽ വളരെയധികം നല്ല രീതിയിൽ റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടി തന്നെയാണ്. വെറും ചുരുങ്ങിയ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ 10 കോടിക്കടുത്താണ് ചിത്രം കളക്ഷൻ വാരിയിരിക്കുന്നത്. ഗോകുലം മൂവീസിന്റെ കീഴിലാണ് ഈ ഒരു ചിത്രം വന്നിരിക്കുന്നത്. അഭിലാഷ് പിള്ളയാണ് ഈ ഒരു സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ തന്നെ ഈ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം കൂടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സിനിമ മലയാളത്തിൽ നിന്ന് അടുത്തൊരു ഹൊറർ ടൈപ്പ് ഹിറ്റ് ആവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഓഗസ്റ്റ് 14 തീയതിയാണ് തലൈവർ രജനീകാന്തിന്റെ കൂലി എന്ന സിനിമ റിലീസ് ിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു സുമതി വളവ് എന്ന ചിത്രത്തിന് അത്യാവശ്യം കളക്ഷൻ വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല. പ്രമേഹം എന്ന സിനിമയായിരുന്നു ഇതിനു മുമ്പ് മലയാളത്തിൽ നിന്ന് വന്ന അടുത്തൊരു ഹൊറർ ടൈപ്പ് ചിത്രം. ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂക്ക നായകൻ എത്തിയ ചിത്രം 50 കോടിക്ക് മുകളിലാണ് കളക്ഷൻ ഇട്ടിരിക്കുന്നത്. അതേപോലെ എന്തായാലും ഇനിയും കുറച്ച് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിത്രം സുമതി വളവിന്റെ ചിത്രം 50 കോടിക്ക് അടുത്ത് തന്നെ കളക്ഷൻ നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമാത്രമല്ല ഈ ഒരു ചിത്രത്തിൽ തന്നെ സുമതി വളവ് എന്നുള്ള ചിത്രം ഇത്രത്തോളം ഈ കളക്ഷൻ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചിത്രത്തിന്റെ മേക്കിംഗ് ക്ലാരിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടൊന്നുമല്ല. ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റി മാത്രം തന്നെയാണ്. എന്തായാലും സുമതി വളവ് കണ്ടത് വെച്ചിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമ ഒരുപാട് മോശം പറയാനൊന്നുമില്ല. ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവ് അടിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചിത്രത്തിൽ ഇല്ല. അത്യാവശ്യം ഫാമിലി ആയിട്ട് പോയി കാണാവുന്ന തരത്തിലുള്ള ചിത്രം തന്നെയാണ്. എന്നാൽ ഹൊറർ ടൈപ്പ് ഭാഗങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്നാലും ഇന്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു ഫോറസ്റ്റ് സീനുകളൊക്കെ ഭയങ്കര മനോഹരമായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും അടുത്തതായിട്ടുള്ള അർജുൻ അശോകന്റെ കരിയർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫിലിം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉറപ്പിക്കാവുന്നത് തന്നെയാണ്.